അപ്പൊ നമുക്ക് ഇന്ന് SEOയുമായി ബന്ധപ്പെട്ടുള്ള വേറെ കുറച്ച് അഡ്വാൻസ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒരെണ്ണാണ് ഡൊമൈൻ അതോറിറ്റി എന്ന് പറയും, DA. ഡൊമൈൻ അതോറിറ്റി എന്താണ്? ഡൊമൈൻ അതോറിറ്റി എന്ന് പറയാമോ? ഇതൊന്ന് എഴുതിയെടുത്താൽ എല്ലാവരും. Domain authority is a metric that predicts how well a website will rank in search engine results. It is a score that ranges from 1 to 100, with higher scores indicating a greater chance of ranking well. ഇതൊരു ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റിന്റെ നമുക്ക് 100-ൽ എത്ര മാർക്കാണ് അവർ തരുന്നത്. നമുക്ക് 100-ൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സൈറ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ്. അത് ചെക്ക് ചെയ്യുന്ന ഒരു സൈറ്റാണ് moz.com എന്ന് പറയും. ചെക്ക് ചെയ്യുന്ന സൈറ്റാണ് moz.com. വളരെ പ്രധാനപ്പെട്ട സൈറ്റാണ്. കണ്ട, ഡൊമൈൻ അതോറിറ്റി. നിങ്ങൾ അത് എഴുതിയെടുത്തായിരുന്നോ? എൻ്റെ ഒരു ക്ലയന്റ് സൈറ്റാണ് SEMhub.com. നമുക്ക് ഡൊമൈൻ ചെക്ക് ചെയ്യാം. ചെക്ക് ഡൊമൈൻ അതോറിറ്റി. അപ്പൊ നമ്മൾ ഓരോ സൈറ്റിനും ഓരോ പ്രശ്നങ്ങൾ പറയും. കണ്ടോ? ഡൊമൈൻ അതോറിറ്റി 26, ലിങ്ക് റൂട്ട് ഡൊമൈൻസ്, റാങ്കിങ് കീവേഡ്, സ്പാം സ്കോർ, സ്പാം ഇല്ല. കൂടുതൽ ഡൊമൈൻ അതോറിറ്റി ഉണ്ടാവണം. പണ്ടേ നമുക്ക് എത്ര ലിങ്ക് വന്നു, പേജസ്. എന്റെ സൈറ്റ് എടുക്കാം. എന്റെ സൈറ്റിന് ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എന്റെ സൈറ്റിന്റെ പ്രശ്നം സൈറ്റ് ലോഡ് ആവണില്ല. ബാക്കി എനിക്ക് എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതാ. എന്റെ സൈറ്റ് ലോഡ് ആവണില്ല. ആ ലോഡ് ആവാത്തതാണ് എന്റെ സൈറ്റിന്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് ലോഡ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സൈറ്റ് ഭയങ്കര ഹെവിയാണ്. ക്ലിയറായോ? അപ്പൊ നിങ്ങളായാലും ഈ സൈറ്റ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ ഈ സൈറ്റ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനത്തെ റൂൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് റൂൾ ഗൂഗിളിന്റെ അൽഗോരിതം മാറിയതാണ്. കണ്ട, ഹെവി സൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ കണ്ടന്റ് ഉണ്ട്, കുറെ ഇമേജസ് ഉണ്ട്, അതിനൊക്കെ ഹെവി ആവും. അപ്പൊ അത് ചെയ്യരുത്. നിങ്ങളായാലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ ഈ സൈറ്റ് ഇപ്പോൾ ഓൾറെഡി കൊടുത്തേക്കാന്നാണ്. എന്റെ 2 ആഴ്ചക്കുള്ളിൽ പുതിയ സൈറ്റ് എനിക്ക് വരും. സൂപ്പർ. അതിന്റെ സ്കോർ എത്രയാ? എന്റെ കുറവാണ്, 18 ആണ്. മനസ്സിലായോ? എനിക്ക് ബാക്കി കണ്ട സ്പാം സ്കോർ ഒന്നുമില്ല. ഒരുപാട് ഡൊമൈൻ ഉണ്ട്, എല്ലാം ഉള്ളതാണ്. എനിക്ക് ഒരുപാട് ലിങ്ക് ബിൽഡ് ചെയ്തേക്കുന്നതാണ് ഞാൻ. SEOക്ക് കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. സൈറ്റിന്റെ സ്പീഡാണ്, അതുകൊണ്ടാണ് അത് റാങ്കിങ്ങിനെ ബാധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളായാലും അത് സൈറ്റിന്റെ സ്പീഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ മൊബൈൽ ഫ്രണ്ടിലാക്കണം. ഇനി എന്റെ വേറൊരു ക്ലയന്റിന്റെ സൈറ്റ് കാണിച്ചു. വേറൊരു എല്ലാവർക്കും കുറച്ചും കൂടി ഡൊമൈൻ അതോറിറ്റി ഉണ്ട്. 34. 1% ആണ് അവരുടെ സ്പാം സ്കോർ ഉള്ളു. സ്പാം സ്കോർ കുറവായിരിക്കണം.
അത് ഇതൊരു തേർഡ് പാർട്ടിയാണ്. ഇവൻ ഫേസ്ബുക്ക്.com എടുത്താലും ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ ഡൊമൈൻ അതോറിറ്റി കണ്ട. ഓക്കെ, അതെനിക്ക് 3 പ്രാവശ്യം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിന്റെ പ്രോ എടുക്കണം. നിങ്ങൾക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലായോ എന്താണ് ഡൊമൈൻ അതോറിറ്റി എന്നുള്ളത്? കോൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാണ്. അതാണ് ഡൊമൈൻ അതോറിറ്റി. ഇതൊക്കെ നിങ്ങളായാലും ഒരു പ്രൊജക്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ എടുത്ത് നോക്കണം. അപ്പൊ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാമെന്ന്. ക്ലിയർ ആയോ? ഡൊമൈൻ അതോറിറ്റി, സെർച്ച് കൺസോൾ, ഇങ്ങനത്തെ എല്ലാ ടൂളുകളും നിങ്ങളെടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അത് എഴുതി വെക്കുക എല്ലാവരും, robotics.txt. robotics.txt robotics.txt. ഇതെന്താ robotics.txt? ഇതൊരു നോട്ട് പാഡാണ്. ഈ നോട്ട് പാഡിന്റെ പ്രത്യേക ടെക്സ്റ്റ് ഫയലാണ്. അപ്പൊ ഇതിനെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒരു നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുക്കുക. എന്നിട്ട് ഇത് കൊണ്ടുപോയി നോട്ട് പാഡിൽ ഈ ചാറ്റിൽ കൊണ്ടിടുക. ചാറ്റിലെ നോട്ട് പാഡ് ഈ സാധനം കൊണ്ടിടുക. ഞാൻ ചാറ്റിൽ ഇട്ടുണ്ട്, അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. കിട്ടോ? ഇനി അത് നോട്ട് പാഡ് എടുത്തിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞ കേട്ടില്ല. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേ. ഇനി ഇതിനെ നിങ്ങൾ ഈ ഫയൽ സേവ് ചെയ്യാം. ഈ സേവ് ചെയ്യുമ്പോൾ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഫയൽ വെച്ചിട്ട് വേണം സേവ് ചെയ്യാൻ. സേവ് കൊടുത്തോ? സേവ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഫയൽ നെയിം എന്ന് പറയുന്നത് റോബോട്ടിക്സ് എന്നിട്ടല്ല റോബോട്ട്സ്. അത്ര മതി. ഓൾറെഡി ടെക്സ്റ്റ് ഫയലാണ്. ഡോട്ടുകളെ സേവ് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ പറഞ്ഞാൽ യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ, അതായത് robots.txt എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് നമ്മളൊരു സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. robots.txt എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ക്ലിയർ ആയോ? സെർച്ച് എഞ്ചിന്റെ അടുത്ത് നമുക്ക് പലതരം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. നമ്മുടെ ഒരു ക്രോളർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് ക്രോളർ എന്ന് അറിയാം. ക്രോളർ വന്നിട്ടാണ് നമ്മുടെ സൈറ്റൊക്കെ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുക. ക്ലിയർ? അപ്പൊ ഒരു ക്രോളർ നമ്മുടെ സൈറ്റിൽ വരുമ്പോൾ ആദ്യം
ക്രോളർ എന്ന് പറഞ്ഞാല് ഗൂഗിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് അവർ ഓരോ സൈറ്റുകളിലും പോയി ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇല്ല, ഒന്നും കൂടി പറയാം. ഇന്ന് ഷഹം ഒരു സൈറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഈ സൈറ്റ് ഗൂഗിൾ കണ്ടെത്തണ്ടേ? കണ്ടെത്തുന്നത് എങ്ങനെ? ഗൂഗിളിന്റെ ക്രോളർ വെച്ചിട്ടാണ്. ഈ ക്രോളർ പോയി ചെക്ക് ചെയ്യാണ് ഇന്ന് ഏതൊക്കെ പുതിയ സൈറ്റ് വന്നിട്ടുണ്ട്, ഏതൊക്കെ പുതിയ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രോളറിന്റെ ഡ്യൂട്ടിയാണ്. ക്രോളറാണ് ഇതൊക്കെ കണ്ടെത്തി ഇൻഡെക്സ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ പറയുന്നതാണ് ക്രോളർ. സ്പെല്ലിംഗ് പറഞ്ഞു തരുമോ? CRAW, ക്രോൾ ചെയ്യാന്ന് കേട്ടില്ലേ? ക്രോളർ. ഓക്കെ. CRAWLER. ആ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇല്ല. ഡോണ്ട് വറി, ഇങ്ങനെയാണ് ഓരോന്നോരോന്ന് പറയാം. ഗൂഗിൾ ക്രോളർ. ഞാൻ ബ്ലാക്ക് കാറ്റ് ഒക്കെ പറഞ്ഞതല്ലേ? ഇല്ല. ബ്ലാക്ക് കാറ്റ്. ഓക്കെ, പറയാം, പേടിക്കട്ടെ. കണ്ട, ഇത് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്തോ. വെരി ഇമ്പോർട്ടന്റ് ടൈമാണ്. Crawler is also known as robot, spider. Get it? Because they crawl. They go from website to website, kanda, on the hunt for new information to store in their databases. There are 15 kind of crawlers that are used by Google, but most important one is Googlebot. Clear ആയോ? ഈ ക്രോളർ ആണ് ഓരോ വെബ്സൈറ്റിൽ ചെന്നിട്ട് പുതിയ പുതിയ ഇൻഫോർമേഷൻസ്, പുതിയ സൈറ്റുകളൊക്കെ കണ്ടെത്തുന്നത്. ക്രോളർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. അത് എഴുതിയെടുക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ടൈമാണ്. ക്ലിയർ? നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്ത് നോക്കണം നല്ലത്. ഇത് ഗൂഗിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഗൂഗിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് വെച്ചിട്ടാണ് അവർ സൈറ്റുകൾ കണ്ടെത്തുന്നത്. നിങ്ങൾ ഇന്നൊരു പുതിയ സൈറ്റ് ഉണ്ടാക്കി ലൈവായി, ഗൂഗിൾ കണ്ടെത്തുന്നത് ക്രോളർ വെച്ചിട്ടാ. ക്ലിയർ ആയോ? അത് ഗൂഗിളിന്റെ സാധനമാണ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മള് സെർച്ച് എഞ്ചിൻ അല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. എന്താണ് മനസ്സിലായോ? സിമ്പിൾ ആണ്. ഇത് വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളൊരു സൈറ്റ് ഗൂഗിളിൽ വരുന്നതെല്ലാം ക്രോളർ വെച്ചിട്ടാണ്. ഞാൻ അതിന് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞുള്ളൂ. അതിന്റെ ബേസ് ശരിക്കും ടെക്നിക്കൽ ടേമാണ് ക്രോളർ, സ്പൈഡർ, റോബോട്ട്. ഓക്കെ, അപ്പൊ ഈ ഗൂഗിളിന്റെ ഗൂഗിൾ ബോട്ട് വെച്ചിട്ടാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്. അതിന് പറയണ ഗൂഗിൾ ബോട്ടാണ്. കണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഇസ് ഗൂഗിൾ ബോട്ട്. ഗൂഗിൾ ബോട്ട് എന്ന് പറഞ്ഞ ക്രോളർ. ക്ലിയർ ആയോ? നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുണ്ട്, കുറെ ടേമുകൾ ഉള്ളത്, ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയി ജോലിക്ക് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയോടും കൂടിയിട്ടായിരിക്കും നിങ്ങൾ പോവാ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയാലോ? ഗൂഗിൾ ക്രോളർ മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഗൂഗിൾ ക്രോളർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് robots.txt എന്ന് പറഞ്ഞൊരു ഫയലായിരിക്കും ചെക്ക് ചെയ്യുക. കാരണം ആ ഫയലില് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ നോട്ട് പാഡ് ലാസ്റ്റ് എന്താ ഉണ്ടാവുക? നോട്ട് പാഡില് എന്തോ ചെയ്തു വെച്ചിട്ടില്ലേ, അത് സേവ് ചെയ്തില്ലേ, അതിന് ലാസ്റ്റ് എന്താ ഉണ്ടാവുക? ശ്രുതി ഒന്നും കൂടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത്. അതൊരു പൊട്ടി ഡിഫിക്കൽട്ട് അല്ല, നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഡോണ്ട് വറി, പറഞ്ഞു ഞാനത് പറഞ്ഞുതരാം, പേടിക്കണ്ട നിങ്ങൾ. അതായത് അവരുടെ ഒരു ആപ്പ്, നമ്മുടെ സൈറ്റ് ഉണ്ടല്ലേ, നമ്മുടെ സൈറ്റിലേക്ക് ഒരു ക്രോളർ വരുന്നു. ക്രോളർ നമ്മുടെ സൈറ്റിനെ കണ്ടെത്തി ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്നു. അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഒരു ക്രോളർ നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഈ ഫയലായിരിക്കും ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഫയൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നാണോ പറയണത്? എക്സാക്ട്ലി അതിലേക്കാണ് വരുന്നത്.
നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞേക്കാണ് യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാൻ അർത്ഥം. നോട്ട് പാഡ് എടുക്കുക. യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് മാറ്റിയേ. നോട്ട് പാഡ് എന്ത്? യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ സെർച്ച് എഞ്ചിനാണ്. നമുക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിന് പോലെ യാഹൂ സെർച്ച് എഞ്ചിൻ ഉണ്ട്, ബിങ് സെർച്ച് എഞ്ചിൻ, അവർക്കൊക്കെ അങ്ങനത്തെ ഓരോ ബോട്ട് ഉണ്ട്. അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാണ് ഡിസ്അലൗ ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ ഒറ്റ പേജും ഇൻഡെക്സ് ചെയ്യണ്ട എന്നാണ് അർത്ഥം. ഇങ്ങനെ നിങ്ങൾ ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഫയൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതാണ് അടുത്തത്. robots.txt ഫയൽ ചെയ്തിട്ട് നിങ്ങളത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തവർക്ക് കൊടുക്കണം, സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറയണം. നിങ്ങൾ പേടിക്കാൻ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, വെബ്സൈറ്റ് ഇട്ടിട്ട് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറയാം. അപ്പൊ അവർ അപ്ലോഡ് ചെയ്യും. ക്ലിയർ? വെബ്സൈറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ, അവിടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാൻ പറയാം. അപ്പൊ അവരവിടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യും. അല്ല, ഇത് ആരപ്പോ ആരോടെ പറയാ അപ്ലോഡ് ചെയ്യാന്? വെബ്സൈറ്റ് ഉണ്ടാക്കിയവരോട് പറയണം. ക്ലിയർ ആയോ? ഈ നോട്ട് പാഡ് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്താൽ മതി, ഇമെയിൽ ചെയ്യാ. ഈ യൂസർ ഏജന്റ് ഈ നോട്ട് പാഡിൽ എഴുതിയത് അതിൽ ഇടാൻ പാടില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ഈ നോട്ട് പാഡ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ അവർക്ക് ഇമെയിൽ ചെയ്യണം. അത് ക്ലിയർ ആണോ? മനസ്സിലായില്ല. നിങ്ങളൊരു ഫയല് ഒരാൾക്ക് ഇമെയിൽ ചെയ്യാറുണ്ടോ? ഒരു ഇമേജ് ഒരാൾക്ക് അയച്ചു കൊടുക്കാറുണ്ടോ? അതുപോലെ ഈ നോട്ട് പാഡ് നിങ്ങൾ നിങ്ങളുടെ പി സിയിൽ ഉണ്ടാക്കിയില്ല. ഇപ്പൊ ശ്രുതിയുടെ പി സിയിൽ നോട്ട് പാഡ് ഉണ്ടാക്കി അല്ലെ? നോട്ട് പാഡ് ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്തു അല്ലെ? അപ്പൊ ഈ ഫയൽ എന്ത് ചെയ്യണം? ആ വെബ്സൈറ്റ് ആരുണ്ടാക്കിയവർക്ക് അയച്ചു കൊടുക്കാം, അവരുടെ ഇമെയിലേക്ക് അയച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ല? ഇൻഡെക്സിങ് ചെയ്യണ്ടെന്നാണോ പറയുന്നത്? നിങ്ങൾ അത് വിട്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഒരു ഇമെയിൽ അയച്ചു കൊടുക്കണമെങ്കിൽ മനസ്സിലായോ? ഒരു കാര്യം, ഈ സാധനം ഇമെയിൽ എന്നിട്ട് അവരോട് പറയണം അബ്സർവറിൽ അപ്ലോഡ് ചെയ്യാൻ പറയണം. അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. എന്നിട്ട് ഓരോ എന്താ ചെയ്യണ്ടാവുക? ഓരോ എന്നിട്ട് എന്താ ചെയ്യുന്നുണ്ടാവുക? ആള് വിട്ടേക്ക്, ആള് സെർവറിൽ അപ്ലോഡ് ചെയ്യും. അത് പോട്ടെ. ആള് നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ സേവ് ചെയ്തോടത്ത് കൊണ്ടിടും. അതാണ് സെർവർ സ്പേസ് എന്ന് പറയാ. ഓക്കെ, സെർവറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതെങ്ങനെ വർക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗൂഗിൾ ഇവിടെ വരുമ്പോൾ ഗൂഗിളിന്റെ അടുത്ത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കാണ് യൂസർ ഏജന്റ് സ്റ്റാർ ഡിസ്അലൗ കോളൻ. ഇങ്ങനെ ഇട്ടാൽ നമ്മുടെ സൈറ്റ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഇടുന്നത് എന്താണ്? ഡേഞ്ചർ ആണ്. ക്ലിയർ? മനസ്സിലായില്ല? മനസ്സിലായി, ക്ലിയർ ആയി. ഡേഞ്ചർ ആണ്. ഇത് നമുക്ക് എപ്പോഴൊക്കെ ഇടാം? നമ്മുടെ സൈറ്റ്, നമ്മുടെ ബിസിനസ് ഒക്കെ നമ്മുടെ സ്റ്റോപ്പായി, ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം ചെയ്തിടാം. ക്ലിയർ? ഒന്നും കൂടി ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഒന്നും കൂടി ഗൂഗിൾ എടുത്തേ. robots.txt അടിച്ചേ. robots.txt. .txt. എന്താണ് robots.txt എന്ന് റെഡി. നെറ്റ് സ്ലോ ആണോ? പയ്യെ താഴേക്ക് താത്ത. ഒരു മിനിറ്റ്. അതിന്റെ റോബോട്ട്സിന്റെ പറഞ്ഞ robots.txt ഫയൽ ഈസ് എ
text file that tells search engine crawlers which part of a website they can access. Clear? താഴേക്ക് വരാം. ഞാൻ ഒരു കൂട്ടണി കാണിച്ചിട്ട് താഴേക്ക് വരാം. റൈറ്റ് സൈഡ് താഴേക്ക് താത്ത്. വേണ്ട, ഞാൻ ഷെയർ ചെയ്തോളാം. നിങ്ങൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക. robots.txt അതിൽ ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം. ഇത് ഒരെണ്ണമായി സ്റ്റാർട്ട്. കണ്ട, ഇങ്ങനെ കൊടുത്താൽ ഇതുണ്ടോ? ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിന്റെ ഒരു റിയൽ കേസ് സ്റ്റഡി ആണ്. ഇതൊരു പൊടി ടെക്നിക്കലാണ്, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ അടുത്തൊരു മാട്രിമോണി സൈറ്റുകാർ വന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സെർവർ കാണണം എങ്ങനെയാന്ന്. ഇതാണ് എൻ്റെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ആണ്. ദുർഗാ സമൃദ്ധി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ഇങ്ങനെ യൂസർ നെയിം എൻ്റർ ചെയ്യും. ഓക്കെ, ഇതുപോലെ ഇരിക്കും സെർവർ. ഈ സെർവറിൽ ഇതാണ് ഫയൽസ് മാനേജർ. കണ്ടോ? ഇവിടെ പബ്ലിക് HTML സെർവറാ. ഈ പബ്ലിക് ഇവിടെ robots.txt ഉണ്ടോ? കണ്ടോ? ഇത് ഈ ഫയൽ സെർവർ അപ്ലോഡ് ചെയ്തൊക്കെയാണ്. അതായത് സെർവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. സെർവർ എൻ്റെ സൈറ്റാണ് internetlidstrading.com. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിലുള്ള എല്ലാ കണ്ടന്റും വന്നില്ലേ? നിങ്ങൾ അവിടുത്തെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടന്റ് വന്നത് എവിടെന്നാ വരുന്നത്? സെർവറിലാണ്. നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഒരു സെർവറിൽ കൊണ്ട് സ്റ്റോർ ചെയ്തൊക്കെയാണ്. ഈ സെർവർ ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. മനസ്സിലായോ? അത് കുറച്ച് ടെക്നിക്കലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമുക്ക് ഇതൊരു സെർവറാ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കണ്ടോ? അതുപോലെ തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലോട് സെലക്ട് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ ആ ക്ലയന്റിന്റെ എല്ലാ ഫയലും ഇവിടെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ആക്സസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അതൊരു കുറച്ചൊരു ടെക്നിക്കലാണ്, നോക്കട്ടെ. അപ്പൊ ഇവിടെ കൊണ്ടുപോയി നമുക്ക് നിങ്ങൾ എന്നിട്ടാ പറയണേ? നിങ്ങൾ robots.txt ഉണ്ടാക്കിയിട്ട് ഡെവലപ്പറിന്റെ അടുത്ത് പറയും സെർവറിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ പുള്ളി ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്തോളും. പുള്ളിക്ക് അത് അറിയാം. കാരണം പുള്ളി ടെക്നിക്കൽ പേഴ്സൺ ആണ്. എല്ലാ വെബ്സൈറ്റുകാർക്കും അറിയാം. കാരണം വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് സെർവർ. അപ്പൊ ഈ robots.txt ഫയൽ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഗൂഗിളിൽ ഇവിടെ നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഈ ഫയലായിരിക്കും ചെക്ക് ചെയ്യണ robots.txt ഫയൽ. അപ്പൊ നമ്മൾ സെർച്ച് എഞ്ചിനോടടുത്ത് പറയാണ് നിങ്ങൾ ഒരു ഫയലും ഇൻഡെക്സ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇനി ഇതിൽ തന്നെ വേറെ കുറെ ഫോൾഡറുകൾ കണ്ടോ? ഇവിടെ വേറൊരു ഫോൾഡർ ആണ് Gimage എന്ന് പറഞ്ഞ ഫോൾഡർ. ചിലപ്പോൾ ഇതിലായിരിക്കും എല്ലാ ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്തേക്കണേ. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിന്റെ അടുത്ത് പറയാം എൻ്റെ ഒരു പർട്ടിക്കുലർ എന്ത് ഫയൽ ചെയ്യണ്ട ഒരു ഫോൾഡർ വേണമെങ്കിൽ ഇൻഡെക്സ് ചെയ്യണ്ട എന്ന് പറയാം. കുറച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് എടുക്കാണ്ടില്ല, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തിട്ട് ഇതേപോലെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പേടിക്കേണ്ട. നാളെ ഒന്നും കൂടി നിങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് സേവ്. ഇനി ശ്രുതിയുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത്. ശ്രുതിയുടെ സ്ക്രീൻ ഷെയർ ചെയ്യും. നോട്ട് പാഡ് എടുത്തേ.
ഞാൻ ചാറ്റിലൊരു മെസ്സേജ് ഉണ്ട്, അതെടുത്തേ. ആ ഇനി ആ തൊട്ട് മുകളിലത്തെ ഡിസലവ്, അത് ആ ഡിസലവിന്റെ സെന്റൻസ് കട്ട് ചെയ്ത് കളയേ. ആ ഒന്നും കൂടി ബാക്ക് അടിച്ചോ, ബാക്ക് സ്പേസ് അടിച്ചോ, മതി. ഡിസലവ് CGI ബിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൾഡർ മാത്രം ഡിസലവ് ചെയ്യാം. ക്ലിയർ ആയോ? ഒരു ഫോൾഡർ ഡിസലവ് ചെയ്യാം. ഇപ്പൊ ഇതിൽ നമ്മൾ സൈറ്റ് മൊത്തമല്ല പറഞ്ഞേക്കണേ, ഒരു ഫോൾഡർ മാത്രം. അതുപോലെ ഡിസലവ് ടെമ്പ് എന്ന് പറഞ്ഞ അനദർ ഫോൾഡർ വേണമെങ്കിൽ നമുക്ക് ഡിസലവ് ചെയ്യാം. ക്ലിയർ ആയോ? ഇതിന്റെ ഒരു ആവശ്യം വരുന്ന വെച്ചാൽ നമുക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഒരു പണ്ടൊരു മാട്രിമോണിയൽ സൈറ്റുകാരൻ വന്നിട്ടുണ്ടായി. ഈ മാട്രിമോണിയൽ സൈറ്റുകാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി എന്നോട് പറഞ്ഞത് പുള്ളിയുടെ സൈറ്റില് പ്രൊഫൈല് ഫോട്ടോസുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നു പറഞ്ഞു. അപ്പൊ പെൺകുട്ടികൾ അത് പാരന്റ്സ് അത് പരാതി പറഞ്ഞു. കാരണം പരാതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഒരു പ്രൈവസി ഒക്കെ നഷ്ടപ്പെടുന്നു ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഫോട്ടോസ് ഒന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരരുന്നു പറഞ്ഞു. അവർക്ക് വേണ്ടി ഞാൻ robots.txt ചെന്നിട്ട് അവരുടെ ഈ ഫോട്ടോസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ ഡിസലവ് ചെയ്തിട്ടു ഇതേപോലെ. അപ്പൊ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? അതിന് അങ്ങനെയാണ് പല യൂസുകളും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫയല് മാത്രം ഡിസലവ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞ ഒരു പേജ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതിന്റെ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ്. അപ്പൊ നമുക്ക് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യണ്ട. അതാണ് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്ന നമുക്ക് പർട്ടിക്കുലർ ഫയൽ വേണമെങ്കിൽ പറയാം. അതെങ്ങനെ കാണിക്കുന്നത് കാണിച്ചത്. ശ്രുതി ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്തേ. ഇനി ആ ടെമ്പ് എന്നുള്ളതില്ല, ടെമ്പിന്റെ ആ ഏറ്റവും ലാസ്റ്റിലത്തെ ഫോർവേഡ് സ്ലാഷ് ഡിലീറ്റ് കളയാ. ടെമ്പ് കളഞ്ഞോ? TMP കളഞ്ഞോ? ഫോർവേഡ് അതല്ല ഒരെണ്ണുണ്ട്, ഒരു ഫോർവേഡ് സ്ലാഷ് ഇങ്ങോട്ടെ. ഇനി അവിടെ വേണ്ടി ടൈപ്പ് ചെയ്യാം contact.html. .html ഇങ്ങനെ കൊടുത്താൽ എന്താർത്ഥം? ആ ഒരു പർട്ടിക്കുലർ ഫയൽ മാത്രം ഇൻഡെക്സ് ചെയ്യില്ല. ക്ലിയർ ആയോ? ഒന്നും കൂടി ഗൂഗിൾ എടുത്തേ, നേരത്തെ എടുത്തേ. ഒന്നും കൂടി എടുത്തേ. നിങ്ങൾ SEO കുറച്ചൊരു എടുക്കണ വരട്ടെ, വന്നിട്ടില്ല. നിങ്ങൾ SEO നേരത്തെ ഒരു ഫയൽ എടുത്തില്ലേ, അതെടുത്തേ. നിങ്ങൾ SEO ഉണ്ടല്ലോ, കുറച്ച് അതൊരു ടെക്നിക്കൽ കുറച്ചൊരു സാധനമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ടൂ മച്ച് ടെക്നിക്കൽ പോയി അതെന്ന് പറഞ്ഞ ഏറ്റവും കോൺസെപ്റ്റ് ഉള്ള സാധനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കണ്ടന്റ് കീവേഡ്. ഇത് വേറൊരു ഫയൽ, പക്ഷെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സ്ക്രീൻ ഞാൻ അങ്ങനെ തന്നെ അല്ലേ, ഇതൊന്ന് ചെക്ക് ചെയ്യാനോ. കാണും. അങ്ങനെ തന്നെയാണ് കേട്ടോ, പർട്ടിക്കുലർ ഫയലാണ്. ഓക്കെ, use robots.txt to upload particular file. കണ്ട ഇതുപോലെ തന്നെ. മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതെ സർ. ക്ലിയർ ആയ എന്താണ് robots.txt ഫയൽ, എന്താണ് അതിന്റെ യൂസ്, എങ്ങനെയാണ് ആ ഫയൽ ഉണ്ടാക്കുക, ഇത്തരം കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് robots.txt ഫയൽ, അതൊന്ന്. എന്താണ് റോബോട്ട്സ്,
.txt ഫയൽ, എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണത് അപ്ലോഡ് ചെയ്യുക, എന്തിനാണത് യൂസ് ചെയ്യുക, ഇത്തരം കാര്യമാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ കുറച്ചുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ടെക്നിക്കലാണ് കുറച്ച്. നിങ്ങളുടെ ടേമും അതൊക്കെ ഒന്ന് പരിചയമായിട്ട് ഇരിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, മനസ്സിലായില്ലല്ലോ? ഗുഡ്, സിമ്പിളാണ്. നിങ്ങൾ വേറെ ടൂ മച്ച് ടെക്നിക്കലി ചിന്തിക്കണ്ട. അതൊരു robots.txt ഫയലാണ്. ഗൂഗിൾ വരുമ്പോൾ ചെക്ക് ചെയ്യും. നിങ്ങൾ അതിലൊന്നും ചെയ്യണ്ട. ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് ആരാണ്? ഇവരാണ്. അവർ അപ്ലോഡ് ചെയ്തോളൂ. ഓക്കെ, ഇതൊന്നും കൂടി കാണിച്ചു തരാം. ഫ്രോം ബിഗിനിങ് ഇത് എഴുതിയെടുത്താളല്ലേ? Robots.txt file is a simple text file used by website to communicate with the search engine crawler. It provides instructions about which part of the website should or should not be crawled by search engine bot. Clear? അതാണ് ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ഫോൾഡർ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചില കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിലുള്ളവർക്കുള്ള ചില ഭാഗങ്ങൾ ഉണ്ടാവാം. അതൊന്നും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യമില്ല. Clear? Advantages of robots.txt എന്താണ്? Prevent specific pages. Clear? അതേപോലെ helps prevent duplicate content. ഇത് വെരി ഇമ്പോർട്ടന്റ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ വെബ്സൈറ്റിൽ 2 പേജ് ഉണ്ട്, 2 പേജ് ഒരേപോലത്തെ കണ്ടന്റ് എന്ന് വിചാരിക്കാം. നമുക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ പേജിലെ കണ്ടന്റ് ഗൂഗിളിൽ എടുത്ത് ഇൻഡെക്സ് ചെയ്യണ്ടെന്ന് പറയാം. ക്ലിയർ ആയോ? പക്ഷേ ഈ കമാൻഡ്സ് ഒന്നും നമ്മൾ പഠിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മള് കമാൻഡ്സ് പഠിക്കണല്ലോ, അപ്പോഴല്ലേ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾ കുറച്ച് എത്രയോ ഡീപ്പിൽ പഠിക്കുന്നത് നല്ലതാണ്. ചില കോംപ്ലിക്കേറ്റഡ് കേസ് ഞാൻ ഈ ഇത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കമാൻഡ് വേണമെങ്കിൽ നിങ്ങൾ പോയി ChatGPT അവർ തരപ്പോ തന്നെ ഇതാണ് എന്റെ ആവശ്യം. ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഒരു ആവശ്യം ഉപയോഗിക്കാൻ പറ്റൂ. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് HTML കുറെ പഠിച്ചു, ഒരു HTML അറിയില്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത് പോലും അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു HTML കാണുമ്പോൾ അറിയാം ഇതാണ് HTML. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ്. അല്ലാണ്ട് HTML മാത്രം നമുക്കിത് പഠിക്കാൻ, റോബോട്ട് മാത്രം ഒരുപാട് സിനാരിയോകളുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾ ഓരോ കേസ് ടു കേസിൽ വരുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി പോണം. മനസ്സിലായോ? ചോദിച്ചോളൂ, നിങ്ങളുടെ കൺഫ്യൂഷൻ ചോദിച്ചോളൂ. നിങ്ങള് എന്താണ്? ആ, ഓക്കെ. Okay. And the use of robots.txt block specific directories, prevent indexing a file like PDF script, allow certain bots while blocking others, specify the location. Basic syntax. Then already can't disallow admin, allow public. Real world example. You want to prevent searches from crawling your development or staging area. area disallow ചെയ്യാം, ചില ഏരിയ അലൗ ചെയ്യാം. അലൗ എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ചെയ്യണം എന്നാണ് അർത്ഥം. ഡിഫോൾട്ട് എല്ലാം ഇൻഡെക്സ് ചെയ്യും, അൺലെസ് നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ലെങ്കിൽ.
പ്രൈവറ്റ് ഡയറക്ടറീസ്. ഇത് അതിന്റെ വേറൊരു കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റ് അല്ല, ഒരു വേറൊരു അഡ്വാൻസ്ഡ് ബ്ലോക്കിംഗ് ആണ്. യു വാണ്ട് ടു ബ്ലോക്ക് ഓൾ ബ്രോഡ് സ്ക്രോളിംഗ് വൈൽ ദാറ്റ് എൻഡ് വിത്ത് PDF. കണ്ടോ, നമ്മുടെ സൈഡിൽ ഒരുപാട് പലതരം PDF ഫയലുകളുണ്ട്. ഒറ്റ PDF ഫയൽ നമുക്ക് ഇൻഡെക്സ് ചെയ്യിപ്പിക്കണ്ട. അപ്പൊ ഡിസലോ /*** into PDF ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു PDF ഫയൽ ഇൻഡെക്സ് ചെയ്യില്ല, ഒരു ഡോക്ക് ഫയലും ഇൻഡെക്സ് ചെയ്യില്ല. ക്ലിയർ ആയി? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ സൈറ്റിൽ കുറെ കണ്ടന്റ് ഉണ്ട്, കുറെ PDF ഫയൽ ഉണ്ട്, കുറെ ഡോക്സ് ഉണ്ട്. നമുക്ക് ഇതൊന്നും ഇൻഡെക്സ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സൈറ്റിലുള്ള കണ്ടന്റുകൾ മാത്രം ഇൻഡെക്സ് ചെയ്താൽ മതി. കാരണം വെറുതെ നമ്മുടെ PDF ഒക്കെ ഇൻഡെക്സ് ചെയ്ത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഡിസലോ ചെയ്യാം. അതിനാണ് വൈൽഡ് കാർഡ് മാച്ചസ് എന്ന് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ടെന്ന്. നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് robots.txt എന്ന് മനസ്സിലായോ? ഇതിന്റെ വളരെ റയർ സിറ്റുവേഷനിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. എനിക്കത് അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ക്ലയന്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മാട്രിമോണിയൽക്കാരുടെ കാര്യം പറഞ്ഞത്. ഇപ്പൊ മാട്രിമോണിയലാരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പുള്ളിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇങ്ങനെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം സൈറ്റ് പുള്ളി എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഇമേജസ് മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്താൽ അതിലെന്ന് വെച്ചാൽ ഇമേജസ് മാത്രം നമ്മൾ എന്ത് ചെയ്തു, ഗൂഗിളിന്റെ അടുത്ത് ഇൻഡെക്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇമേജസ് കിടക്കുന്ന ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ പേടിക്കേണ്ട, SEO അങ്ങനെയാണ്. ഇനിയുള്ള ഒറ്റ ടോപ്പിക്കും ഈ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. അത് ഞാൻ ഉറപ്പ് പറയണം. ഇനിയുള്ള എല്ലാ ടോപ്പിക്കും ഇതിൽ കുറച്ചൊരു ടെക്നിക്കൽ ആസ്പെക്ട് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ചെറിയ ഇത് തന്നെ. ഇനി നമ്മൾ നാളെ തൊട്ടൊക്കെ പഠിക്കുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യാമ്പയിനും ആഡും കാര്യങ്ങളും, ഗൂഗിൾ ആഡ് ആയാലും ശരി, ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് എപ്പോഴും. ക്ലിയർ ആയോ? ഇല്ല? ഓക്കെ. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ രണ്ട് ടേമാണ് ബ്ലാക്ക് ഹാറ്റ് SEO ഉണ്ട്, വൈറ്റ് ഹാറ്റ് SEO ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞാല്, നമ്മുടെ അടുത്ത് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് കീവേഡുകൾ ഇടണം എന്ന്. ശരിയാണോ? പറഞ്ഞിട്ടുണ്ടോ? പറയൂ. കീവേഡ് ഇടണം. ചിലവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് വെബ്സൈറ്റിനകത്ത് നിറച്ച് കീവേഡ് ഇടും. എങ്ങനെ ഇടണേന്ന് വെച്ചാല്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയിരിക്കും. അല്ല, ചില സൈറ്റിന്റെ സപ്പോസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. ചില ബിരുദന്മാര് ഫോണ്ട് കളർ വൈറ്റ് ആക്കിയിട്ട് കുറെ കീവേഡുകൾ ഇടും. അങ്ങനെ ഇടുമ്പോ സെർച്ച് എഞ്ചിൻ മാത്രമേ ഇത് കാണൂ, നോർമൽ പബ്ലിക് കാണൂല. ശരിയാണോ? ബാക്ക്ഗ്രൗണ്ടും വൈറ്റ്, പിന്നെ ഫോണ്ടും വൈറ്റ്. അതായത് കീവേഡ് നിറച്ചിടും. കുറെ കീവേഡ് ക്ലിക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഒരു നോർമൽ പബ്ലിക് കാണില്ല. പബ്ലിക് കണ്ടാലല്ല അതൊരു അൺകംഫർട്ടബിൾ ആവൂ, നിറച്ച് കീവേഡ് കിടക്കണാണ്. പക്ഷെ സെർച്ച് എഞ്ചിന്റെ ക്രോളർക്ക് ഇത് കാണാം. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ചില കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പേജ് സ്പീഡിന്റെ ഒരു അതാണ് പറഞ്ഞത്. അതാണ് ചില നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ, ആ കളർ ചിലത് അങ്ങനെ കോൺട്രാക്ഷൻ ഉണ്ടാണ്. അതായത് യൂസർക്ക് വായിക്കാവുന്ന രീതിയിലായിരിക്കണം. ക്ലിയർ ആയോ? ചിലപ്പോൾ അതൊക്കെ ബാധിക്കാം. അങ്ങനെ ഇടുന്നത് ഒരു ബ്ലാക്ക് ഹാറ്റ് ടെക്നിക്കാണ്, ഗൂഗിളിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ക്ലിയർ? അതായത് അൺഎത്തിക്കൽ മെത്തേഡിൽ ചെയ്യുന്നതെല്ലാം ബ്ലാക്ക് ഹാറ്റ് SEO എന്നാണ് പറയാറ്. നോർമൽ ഗൂഗിളിന്റെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എന്ത്, വൈറ്റ് ഹാറ്റ് SEO.
നിങ്ങൾ ഇവിടെയൊക്കെ ഇത് പഠിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ഈ ടേമുകൾ കേട്ടില്ല എന്ന് പറയരുതല്ലോ. ശരിയാണോ? ശരിയാണ്. നിങ്ങൾ പറയും ബ്ലാക്ക് ഹാറ്റോ വൈറ്റ് ഹാറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അതേപോലെ ഡിസ്സലോന്ന് അങ്ങനെ എന്തോന്നൂടെ ഇല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. ഡിസ്വാവ്, ഡിസ്വാവ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലേ? നാളെ പറയാന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് പറയും. കണ്ട, ബ്ലാക്ക് ഹാറ്റ് SEO is set of unethical techniques that manipulate search engine ranks. ക്ലിയർ ആയോ? ഇനി നമ്മുടെ അടുത്ത് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ബിൽഡ് ചെയ്യാൻ, അല്ലെ, മറ്റുള്ളവരുടെ സൈറ്റുകളിൽ. നമ്മൾ സ്പാം പോലത്തെ സൈറ്റുകളിൽ ചെന്നിട്ടോ ലിങ്കുകൾ ബിൽഡ് ചെയ്യരുത്. അതൊരു അൺഎത്തിക്കൽ മെത്തേഡാണ്. അതാണ് ബ്ലാക്ക് ഹാറ്റ് ആൻഡ് വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞത്. ചെറിയ ഐഡിയ കിട്ടിയോ? ബ്ലാക്ക് ഹാറ്റ് SEO, വൈറ്റ് ഹാറ്റ് SEO. മനസ്സിലായില്ലല്ലോ? മനസ്സിലായി. കുറെ ടേമുകൾ നിങ്ങൾ പഠിച്ചു. നിങ്ങൾ ചെല്ലുന്നതോറും നിറച്ച് ടേംസുകൾ പഠിക്കുകയാണ്. ഓരോ ദിവസവും ചെല്ലുന്നവർ ഓരോ ടേമുകളാണ്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിന്റെ റൂളറൊക്കെ അനുസരിച്ച് ചെയ്യണതാണ് ബ്ലാക്ക് ഹാറ്റ്. അല്ലല്ല, പിന്നെ എഗെയിൻസ്റ്റ്. സോറി, അതല്ലാത്തത് വൈറ്റ് ആണ് നല്ലത്, നല്ലപോലെ നോർമൽ ചെയ്ത്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ചില ടേമുകളൊക്കെ പറയണത് നമ്മൾ നോർമലി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടേമുകളൊന്നും ആവശ്യമില്ല. ക്ലിയർ ആയോ? പക്ഷെ നമ്മൾ ഇതൊക്കെ പറയണം. നമ്മളിപ്പോ ഒരു സൈറ്റ് ഒരാൾക്ക് വേറെ ആൾക്ക് ചെയ്യാൻ കൊടുത്ത് അവർ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എല്ലാത്തിനും കുറിച്ച് അറിയണം. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങൾ അതിൽ ഇപ്പൊ SEO കേട്ടു, അല്ലെങ്കിൽ എന്താണ് SEO, എന്താണ് ഓർഗാനിക്, എന്താണ് ക്രോളർ, എന്താണ് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്, എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ, എന്താണ് ഇംപ്രഷൻ, എന്താണ് ക്ലിക്ക്, അല്ലെങ്കിൽ എന്താണ് ഗൂഗിളിന്റെ അൽഗോരിതം, എന്താണ് ടൈറ്റിൽ, എന്താണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, എന്താണ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കേട്ട് ഫെമിലിയർ ആയി. ഫെമിലിയർ ആണോ? അതെ, ഫെമിലിയർ ആണ്. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ എന്താണ് SEO, അല്ലെങ്കിൽ എന്താണ് SEO നിന്ന് എക്സ്പെക്ട് ചെയ്യണേ? കിട്ടി. നിങ്ങളാണ് അടുത്തടുത്ത് വർക്കുകൾ എടുത്തെടുത്ത്. ഞാൻ നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു റിവ്യൂ കാണിച്ചിരുന്നു. നമ്മുടെ തന്നെ സ്റ്റുഡന്റ് വർക്ക് ചെയ്യാൻ പോയിട്ട് നമ്മുടെ അടുത്തൊരു 3 കാൻഡിഡേറ്റ് ചോദിച്ചതാണ്. നമ്മുടെ അടുത്ത് അപ്പൊ എനിക്ക് എല്ലാവരും പ്ലേസ്ഡ് ആയതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ജോബ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ സെറ്റാക്കി തരാം. ക്ലിയർ ആയോ? പക്ഷെ അത് കൊച്ചിയിലേക്ക് ആയിരിക്കും കൂടുതലും. വർക്ക് ഫ്രം ഹോമിനുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ കൊച്ചിയിൽ ഞാൻ നിങ്ങൾക്ക് ജോബ് വാങ്ങിച്ചു തരാം. ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരത്തെ അതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സെറ്റ് ചെയ്ത് തരാം ജോബുകൾ. ഓക്കെ, വർക്ക് ഫ്രം ഹോം ഉണ്ടാവില്ലേ? അതാണ് പറഞ്ഞത്. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ എക്സെപ്ഷനിൽ എന്തെങ്കിലും പെർഫോം ചെയ്ത് കാണിച്ച് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു ഓക്കെ. പക്ഷെ ഒട്ടുമിക്കവരും തുടക്കം അത് പ്രിഫർ ചെയ്യില്ല. കരിയറിന്റെ തുടക്കം വർക്ക് ഫ്രം ഹോം ആരും പ്രിഫർ ചെയ്യില്ല, ആരും കൊടുക്കില്ല. നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് അവരായിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ വേണേൽ അനുവദിക്കും വീട്ടിൽ ചെയ്തോളാം. കരിയറിന് തുടക്കം അത് സമ്മതിക്കുന്നറിയില്ല. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പൊ നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ് വർക്ക് ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. അവിടേക്കാണ് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് പിള്ളേരെ എടുത്തു, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ആ പിള്ളേരുടെ ഫീഡ്ബാക്ക് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒന്നും അറിയില്ല, കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു ടേം പോലും അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊരു ഐഡിയ കിട്ടിയോ എന്താണ് ബ്ലാക്ക് ഹാറ്റ്, എന്താണ് വൈറ്റ് ഹാറ്റ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഡിസ്വോ എന്ന് പറയും. അത് എഴുതിയെടുത്തോളൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്വാവ്, ഇത് എഴുതിയെടുക്കുക.
ഓക്കെ. ഡിസ്വോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ലിങ്ക് ബിൽഡിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ആവശ്യം കണ്ടോ, ഇതിന്റെ ആവശ്യം. If you believe your site's ranking is being damaged by low quality links you do not control, you can ask Google not to take them into account when assessing your site by disavowing your backlink. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ബ്ലോഗ് അല്ലെ, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എൻ്റെ സൈറ്റിൽ നിന്ന് ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? മനസ്സിലായില്ല, ഒന്നുകൂടി പറയും. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഉണ്ട്. നിങ്ങൾക്കൊരു ബ്ലോഗ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. എന്റെ വെബ്സൈറ്റിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് തന്നു. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് മനസ്സിലാവും? എന്തായാലും തരുമ്പോ ഞങ്ങൾ അറിയൂലേ. ലിങ്ക് തരുമ്പോ ഞങ്ങൾ അറിയോലോ എന്ന് പറയാ. എങ്ങനെ അറിയണേ? ഞങ്ങളതില്ലാതെ സാറിനൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അതേ ഒന്നും കൂടി കേൾക്കാം. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എന്റെ വെബ്സൈറ്റിൽ ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. പോരാ നിങ്ങൾ കേട്ടോ. എവിടുന്ന ഇൻഫോർമേഷൻ കിട്ടും? സെർച്ച് ചെയ്യുമ്പോ വരുന്നതാണോ? ശരിക്കും ആലോചിക്കാം. ഇന്നലെ നമ്മൾ പഠിച്ചതാ. ഗൂഗിൾ സെർച്ച് കൺസോളിൽ കിട്ടും. അവിടെ ഒരു ലിങ്കിന്റെ ഓപ്ഷൻ ഇല്ലേ? ഇന്നലെ ഞാൻ കാണിച്ചെന്നില്ലേ എവിടുന്നൊക്കെ നമുക്ക് ലിങ്ക് കിട്ടുന്നുള്ളത്? ഓ, വെരി ബാഡ്. ശ്രുതി സ്ക്രീൻ ഷെയർ ചെയ്തേ. വെരി ബാഡ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആ ഗൂഗിൾ സെർച്ച് കൺസോൾ എടുത്തേ. ഗൂഗിൾ സെർച്ച് കൺസോൾ എടുക്കുക. ഇത് ആരുടെ സൈറ്റ്? ഇന്റർനെറ്റ് ലിസ്റ്റ് ട്രെയിനിങ് എന്റെ സൈറ്റ് ആണ് അല്ലെ? ലെഫ്റ്റ് സൈഡ് താഴേക്ക് താത്തി ലിങ്ക്സ് ഉണ്ടോ? ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് താഴേക്ക് താത്തി ലിങ്ക്സ് ക്ലിക്ക് ചെയ്താ. നിങ്ങളുടെ ക്ലിക്ക് അങ്ങോട്ട് സ്ലോ ഉള്ളോ? ആ പോട്ടെ. റൈറ്റ് സൈഡ് താഴേക്ക് താത്തി ഇവിടെ കാണിക്കും. ഞാൻ എൻ്റെ കാണിച്ചു തരാം. നിങ്ങളെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നുള്ള ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ, നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരും. നിങ്ങൾ മറന്നുപോണം. ഇങ്ങനെ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലിങ്ക്സ് കണ്ടോ? ഇത് ടോപ്പ് എക്സ്റ്റേണൽ ലിങ്ക്സ്, ഇന്റേണൽ ലിങ്ക്സ്, ടോപ്പ് ലിങ്കിങ് സൈറ്റ് എന്നുണ്ടോ ഇവിടെ? ഇതിന്റെ അർത്ഥം ഏതൊക്കെ സൈറ്റുകളിൽ എനിക്ക് ലിങ്ക് വന്നു? ഞാൻ എന്നിട്ട് പറഞ്ഞു IITjobs.com ഒക്കെ എടുത്ത് കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? മറന്നെങ്ങനെയാ?
അപ്പൊ നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ സെർച്ച് കൺസോളായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെ നിന്നൊക്കെയാ ലിങ്ക് വന്നേക്കണേന്ന് അറിയാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റിക്കഴിഞ്ഞപ്പോ അതിലൊരു സൈറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ നല്ല സൈറ്റ് അല്ല, നിങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ സൈറ്റാണ് ഒരു സ്പാം സൈറ്റ്. ആ സൈറ്റ് കാരണം സ്പാം സൈറ്റ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നല്ല സൈറ്റിൽ നിന്ന് ലിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റിനെ ബാധിക്കും. ആ സ്പാം സൈറ്റ് കാരണം നിങ്ങളുടെ സൈറ്റ് റാങ്ക് ചെയ്യണില്ല. ക്ലിയർ? നിങ്ങളുടെ കയ്യിലുണ്ടോ കൺട്രോള്? പറയൂ. ഹലോ, നിങ്ങൾ എന്താ മിണ്ടാത്തെ? ശ്രുതി മനസ്സിലായോ? പിന്നെന്താ മിണ്ടാത്തെ? ഷഹ്മ ക്ലിയർ ആണോ? നിങ്ങളത് പറയേ, അല്ലെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക് എടുക്കാണ്. കൺഫ്യൂഷൻ ഉണ്ടോ? പറയോ? അവിടെ ഒന്നുകൂടെ പറയാ ഇപ്പൊ പറഞ്ഞത്. എവിടെ? അതായത് സാർ ഒരു ലിങ്ക് തന്ന എനിക്ക് SEO വഴി മനസ്സിലാവും സാർ ഒരു ലിങ്ക് തന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതെനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയല്ല, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വീഡിയോ കാണാം ഒന്നുകൂടി. സ്പാം സൈറ്റ് എന്നല്ല, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കട്ടോ. അതാണ് വീഡിയോ ഓഫ് ചെയ്തിട്ട് വേറെ ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് എന്റെ സംശയം. ഓക്കെ, ശരി. അതായത് ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഞാൻ ലാസ്റ്റ് ടൈം പറയില്ല. നിങ്ങൾ വീഡിയോ ക്ലാസ് തന്നെ വീണ്ടും കേട്ട് പഠിക്കുക, അതാണ് ചെയ്യുക. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന എന്റെ സൈറ്റ്. ഞാൻ ഇപ്പോ LKG സ്റ്റൈലിലേക്ക് പോകണ്ടോ? ഇന്നലെ പഠിപ്പിച്ചതാണ്, ഇപ്പൊ ഒന്നും കൂടി ഞാൻ LKG മോഡലിലേക്ക് പോവാണ്. ഈ സൈറ്റ് ആരുടെയാണ്? ഇത് എന്റെ സൈറ്റാണ്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com എന്ന് പറയുന്നത് എന്റെ സൈറ്റാണ്. ഓക്കെ, എന്റെ സൈറ്റ് ഞാൻ എന്ത് ചെയ്തു? ഗൂഗിൾ സെർച്ച് കൺസോളുമായി കണക്ട് ചെയ്തു. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇതേപോലത്തെ എല്ലാ ഇൻഫോർമേഷൻസും കിട്ടും. അതിലുള്ള വേറൊരു ഭാഗമാണ് ഇവിടെ ലിങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ സൈറ്റുകളിൽ നിന്നും എൻ്റെ സൈറ്റിലേക്ക് ലിങ്ക് തന്നിട്ടുണ്ടെന്ന് കാണാം. ILTjobs.com എന്ന് എനിക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ILTjobs.com ചെല്ലാം. അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പലയിടത്തും നമ്മുടെ സൈറ്റിലൂടെ എഴുതിയിട്ടുണ്ട്, കണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ സൈറ്റിലേക്കാണ് വരുന്നത്. കണ്ടോ? അതിൻ്റെ അർത്ഥം ആ സൈറ്റിൽ നിന്നും എനിക്ക് എൻ്റെ സൈറ്റായ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന് ലിങ്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ILTjobs.com എന്ന് പറയുന്നത് എൻ്റെ സൈറ്റ് അല്ല, അവിടെ നിന്ന് എനിക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന എൻ്റെ സൈറ്റ്. എനിക്ക് ഈ സൈറ്റിൽ എല്ലാ കൺട്രോളും ഉണ്ട്, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ILTjobs.com എന്ന് വേറൊരാളുടെ സൈറ്റാണ്, എൻ്റെ സൈറ്റ് അല്ല. പക്ഷെ അവിടെ നിന്ന് ലിങ്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ ആ സൈറ്റ് എടുത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു സ്പാം കൈൻഡ് ഓഫ് സൈറ്റ് ആണ്. നിറച്ച് കീവേഡുകൾ ഇട്ടേക്കണു, സൈറ്റ് ലോഡ് ആവണില്ല, എല്ലാ കണ്ടന്റും കോപ്പിയാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സൈറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ക്വാളിറ്റി ഇല്ലാത്ത സൈറ്റിൽ നിന്നും എൻ്റെ സൈറ്റിലേക്ക് ഒരു ലിങ്ക് വന്നാൽ അത് എന്നെ ബാധിക്കും. പക്ഷെ ആ സൈറ്റിൽ എനിക്ക് കൺട്രോൾ ഇല്ല. അപ്പൊ എനിക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്വൗ ടൂൾ. ഡിസ്വൗ ടൂൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഗൂഗിളിന്റെ അടുത്ത് പറയാം, ഈ സൈറ്റ് ILTjobs.com എന്ന് പറയുന്ന സൈറ്റ് ഞാനായിട്ട് യാതൊരു ബന്ധമില്ല,
ആ സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ലിങ്ക് ഗൂഗിൾ കൺസിഡർ ചെയ്യണ്ട എന്ന് നമുക്ക് ഗൂഗിളിന്റെ അടുത്ത് പറയാം. അതാണ് ഡിസ്വാവ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല്, അപ്പൊ അതിനാദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നോട്ട് പാഡ് എടുക്കണം. നോട്ട് പാഡ് എടുത്തിട്ട് നോട്ട് പാഡ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ILT ഇപ്പൊ നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, www.iltjobs.com എന്ന് എഴുതുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ഗൂഗിൾ സെർച്ച് കൺസോൾ നോക്കി കഴിഞ്ഞപ്പോൾ വേറെ ഒരു ലിങ്ക് കണ്ടു. ആ ലിങ്ക് എന്ന് പറയുന്നത് സപ്പോസ് www.abc.com ആണ്. ഇതും ലോ ക്വാളിറ്റി ആണ്. ഈ രണ്ട് ലിങ്കിൽ നിന്നും രണ്ട് സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ലിങ്ക് എനിക്ക് വേണ്ട, ഇത് കാരണം എൻ്റെ സൈറ്റിനെ ബാധിച്ചു. ആ രണ്ട് ലിങ്കുകൾ ഇതുപോലെ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് ഇവിടെ സേവ് ചെയ്തിടാം. വേണമെങ്കിൽ എന്തെങ്കിലും സ്പാം എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിടാം. ഇവിടെ സേവ് ചെയ്തിട്ടു. സേവ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് പറയണം. ഗൂഗിളിൻ്റെ അടുത്ത് ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഡിസ്വാവ് ടൂൾ ലിങ്ക് എന്ന് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ടൂൾ കിട്ടും. ആ ടൂളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൻ്റെ അടുത്ത് പറയാം. ഇവിടെ കണ്ട നമുക്ക് അപ്ലോഡ് ചെയ്യാം. കണ്ടോ, ഗോ ടു ഡിസ്വാവ് ലിങ്ക് ടൂൾ പേജ്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എടുക്കാം. ഇന്റർനെറ്റ് ലിസ്റ്റ് ട്രെയിനിങ് ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ഡിസ്വാവ് ലിസ്റ്റ്. നമ്മൾ നേരത്തെ നോട്ട് പാഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോട്ട് പാഡ് ഫയൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇതാണ് സ്പാം എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഗൂഗിളിന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ലിങ്കുകളും ഗൂഗിൾ കൺസിഡർ ചെയ്യില്ല. അതാണ് ഡിസ്വാവ്. അപ്പൊ അതിന് സാറിന്റെ അതിൽ ലിങ്ക് കാണിക്കില്ല ഡിസ്വാവ് ചെയ്ത് കഴിയുമ്പോ? ലിങ്ക് കാണിക്കും, പക്ഷെ ഗൂഗിൾ അത് കൺസിഡർ ചെയ്യില്ല. കൺസിഡർ ചെയ്യില്ല. അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്, അത് നമുക്ക് ബാധിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. മനസ്സിലായാലില്ലെങ്കിലും നിങ്ങൾ ഇനി അത് വീഡിയോ കാണണം, അപ്പൊ മനസ്സിലാവും. നിങ്ങൾ ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവാൻ നിങ്ങൾ ബിൽ ഗേറ്റ്സ് ഒന്നുമല്ല, ആണോ? വീണ്ടും വീണ്ടും കേൾക്കണം. ഞാൻ ചില ടോപ്പിക് 10 പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ അതിന് എഫേർട്ട് ഇടണം. ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. നമ്മളതിന് വീഡിയോസ് കാണാൻ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരുപാട് എഫേർട്ട് ഇട്ടാലാണ് ചില ടോപ്പിക് മനസ്സിലാവും. ഓക്കെ, എന്താണ് ഡിസ്വാവ്? ഓക്കെ, അതാണ് ഡിസ്വാവ് എന്ന് പറഞ്ഞത്. ഡിസ്വാവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതെപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന സാധനമാണ്. ഇത് വേറെ സെർവറിലേക്ക് ഒന്നും പോകണം, നിങ്ങളുടെ കയ്യിലാണ് അതിന്റെ കൺട്രോൾ. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സൈറ്റ് മാപ്പ് എന്ന് പറയും. ഓക്കെ, രണ്ട് തരം സൈറ്റ് മാപ്പ് ഉണ്ട്. ഒന്ന് HTML സൈറ്റ് മാപ്പ് ഉണ്ട്, XML സൈറ്റ് മാപ്പ് ഉണ്ട്. HTML സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഫോർ ഹ്യൂമൻ വിസിറ്റേഴ്സ് ആണ്, നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയാണ് സൈറ്റ് മാപ്പ്. XML സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. ശ്രുതി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ, ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തിട്ട് XML സൈറ്റ് മാപ്പ് നടിക്കുക. അല്ല, HDFC.com എടുത്തേ. എന്ത് സാർ?
hdfc.com. hdfc.com. ഓപ്പൺ ചെയ് ഫാസ്റ്റ്. സൈറ്റ് എടുക്കാം. ഓക്കെ, ലോഡ് ഔട്ട്. നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സൈറ്റ് ഏറ്റവും അടിയിലേക്ക് വന്നേ. കം ഡൗൺ. സൈറ്റ് ഏറ്റവും അടിയിലേക്ക് മതി. വെയിറ്റ്. അവിടെ ക്വിക്ക് ലിങ്ക് കണ്ട, അതിന് താഴെ കണ്ട സൈറ്റ് മാപ്പ് കണ്ട, അത് ക്ലിക്ക് ചെയ്യുക. ഇതെന്താ ഉദ്ദേശിക്കണേ? നമ്മുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ സൈറ്റുകൾ ഉണ്ടെന്ന് കംപ്ലീറ്റ് ഇത് കാണിക്കും. ഏതൊക്കെ പേജസ് ഉണ്ട്, എങ്ങനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുക. അതാണ് ബേസിക്കലി സൈറ്റ് മാപ്പ്. ഇതാണ് HTML സൈറ്റ് മാപ്പ് എന്ന് പറയും. ഇനി ഒന്നും കൂടി ഗൂഗിൾ എടുത്തേ. അടുത്തതാണ് XML സൈറ്റ് മാപ്പ്. ടൈപ്പ് XML സൈറ്റ് മാപ്പ്. സ്റ്റക്കായോ? അതാണ് കുഴപ്പം. സ്റ്റക്കാവും. ഷഹ്മയുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ സർ. XML സൈറ്റ് മാപ്പ് എടുക്കാം. വെരി ഗുഡ്. അതുകൊണ്ടാ താഴേക്ക് താത്തി പയ്യെ. പയ്യെ താഴേക്ക് താത്ത. വാട്ട് ഈസ് XML സൈറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്തേ. കണ്ട, XML സൈറ്റ് മാപ്പ് is simply a file that lists website essential. അതായത് make it easier for search engine like Google to navigate site and index it properly. അതായത് നമ്മുടെ സൈറ്റിന് സപ്പോസ് 15 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ സൈറ്റിന് നിങ്ങൾക്ക് എന്താണ് പേജ് എന്ന് അറിയാലോ അല്ലെ? എന്താണ് പേജ് എന്ന് അറിയാമോ? നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയൂ പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പോവും. അറിയാം. ഞാൻ ചോദ്യങ്ങൾ ഒഴിവാക്കും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ററാക്ഷൻ സംഭവം നിർത്തും. ഞാൻ എടുത്തെടുത്ത് പോകും. പേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറിയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. വെബ്സൈറ്റ് ഉണ്ടാണോ ഓരോ പേജുകളാണ്. ഓരോ പേജ് അബൌട്ട് പേജ്, കോണ്ടാക്ട്, അങ്ങനെയാണ് പേജസ് എന്ന് പറയുന്നത്. ഒരു സൈറ്റ് നമുക്ക് 15 പേജ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു സൈറ്റ് 25 പേജ് ഉണ്ടാവും. ക്ലിയർ? അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഒരു XML സൈറ്റ് മാപ്പ് ഉണ്ടാക്കണം നമ്മുടെ സൈറ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ പേടിക്കേണ്ട, അത് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേറെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയണ്ട. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. മോളോട്ടേക്ക് പോട്ടെ സൈറ്റ്, ഇതുപോലെ പോട്ടെ. അവിടെ ആദ്യത്തെ സൈറ്റ് എടുക്കുക, XML-sitemaps.com എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ URL കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ നമ്മുടെ തന്നെ സൈറ്റ് വേണമെങ്കിൽ നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട് doptit.com ഒന്ന് കൊടുത്തേ. www.doptit.com. D for doctor, O for orange, T for police, T for teacher, I for India, T for teacher, doptit.com. doptit.com. എൻ്റർ, സ്റ്റാർട്ട് അടിക്കുക. ഇപ്പൊ ഇതന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് XML സൈറ്റ് മാപ്പ് ഉണ്ടാക്കി തരും. കണ്ടോ, ഓരോ ഫയൽ സ്കാൻഡ് കാണിക്കുന്നുണ്ട് അവിടെ. സ്കാൻഡ് ആഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു. ഇത്രയുള്ളൂ സൈറ്റ് മാപ്പ് ക്രിയേറ്റ്. ഒന്നും എങ്ങും ക്ലിക്ക് ചെയ്യില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണം, വ്യൂ സൈറ്റ് മാപ്പ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവരെന്താ പറഞ്ഞിരിക്കണേന്ന് നോക്കി. അതിൽ പറഞ്ഞിരിക്കണുണ്ടോ വാട്ട്സ് നെക്സ്റ്റ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടോ. ഡൗൺലോഡ് യുവർ XML സൈറ്റ് മാപ്പ്. ആദ്യം തന്നെ അത് ഡൗൺലോഡ് ചെയ്യണം.
upload it into the domain root folder of your website. നിങ്ങൾ robots.txt ഫയൽ അയച്ചു കൊടുത്തതുപോലെ തന്നെ ഈ ഫയലും സെർവർ വെബ്സൈറ്റ് ആണ് അയച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? അയച്ചു കൊടുത്തതിന് ശേഷം പുള്ളിയോട് പറയണം അപ്ലോഡ് ഇറ്റ് ഇൻ ടു ദ ഡൊമൈൻ റൂട്ട് ഫോൾഡർ. പുള്ളിക്ക് അത് അറിയാം. robots.txt ഫയലും അവിടെ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതും അവിടെ തന്നെയാണ്. ഞാൻ നേരത്തെ എടുത്തപ്പോൾ കാണിച്ചു തന്നായിരുന്നു നിങ്ങളെ. സൈറ്റ് മാപ്പും കാണിച്ചു, robots.txt ഫയലും കാണിച്ചു തന്നു. ഓർമ്മയുണ്ടോ? ആ സെർവറിൽ അതാണ്. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഫയൽ. അപ്പൊ ഒരു XML സൈറ്റ് മാപ്പ് ഡൗൺലോഡ് ആയി. അപ്പൊ ഓരോട് എന്താ പറയാ? അതിപ്പോ എന്തിനാ? ഏതൊന്നും നിങ്ങൾ അവരോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്ലോഡ് ഇൻ ടു ദ ഡൊമൈൻ റൂട്ട് ഫോൾഡർ ഓഫ്. പുള്ളിക്ക് അത് മനസ്സിലാവും. മനസ്സിലായോ? സൈറ്റ് മാപ്പ് ആണ് സെർച്ച് എഞ്ചിന് വേണ്ടെന്ന് പറയാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് SEO വർക്ക്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തേ. കണ്ടോ? XML.sitemap ഫയലാണ്. ക്ലിയർ ആയോ? ഇത് നിങ്ങൾ പേടിക്കേണ്ട, ഒന്നും പഠിക്കൊന്നും വേണ്ട. നിങ്ങളുടെ വെബ്സൈറ്റിന് ഒരു URL ആണ് ഇവിടെ കാണിച്ചേക്കണം. കണ്ടോ? topic.com development ഔട്ട്സോഴ്സിങ് ഓരോ URL ആണ്, ഓരോ പേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഗൂഗിളിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ എല്ലാ പേജ് ഇൻഡെക്സ് ചെയ്ത് തരും. മനസ്സിലായില്ലല്ലോ? 2 തരം സൈറ്റ് മാപ്പ് ഇല്ലേ? ആ, അതില് ഫസ്റ്റ് ഏതാണ്? HTML സൈറ്റ് മാപ്പ്. HTML. അതായത് നോർമൽ നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റേഴ്സിനെ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ടാക്കുന്നതാ. നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതാരെ യൂസ് ചെയ്യാ? അതൊന്നുമില്ല. നമ്മുടെ സൈറ്റ് വലിയ സൈറ്റ് ഒക്കെ ഉണ്ടാവില്ല. നിങ്ങൾ വലിയ വലിയ ക്യാമ്പസിലൊക്കെ ചെല്ലുമ്പോൾ സൈറ്റ് മാപ്പ് കണ്ടിട്ടില്ലേ? അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ 2000 പേജസ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ എവിടെയൊക്കെയാണ് ഓരോ ഇമ്പോർട്ടന്റ് പേജസ് എവിടെയൊക്കെയാണ് അത് കണക്ട് കാണിക്കുന്നതാണ്. അത് സൈറ്റ് മാപ്പ്. HTML സൈറ്റ് മാപ്പ്. HTML സൈറ്റ് മാപ്പ്. അത് വലിയ XML സൈറ്റ് മാപ്പ് നമ്മളൊക്കെ യൂസ് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സെർച്ച് എഞ്ചിൻ അല്ലേ? എക്സാക്ട്ലി. ഐഡിയ കിട്ടിയോ? കിട്ടി. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് മനസ്സിലായോ? മനസ്സിലായി. എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മൾ ഓരോ പേജും ഗൂഗിളിന്റെ അടുത്ത് ഇൻഡെക്സ് ചെയ്യാനാണ്. ചെറിയ ഐഡിയ കിട്ടിയോ? HTML സൈറ്റ് മാപ്പ്, ഇതിങ്ങനെ എത്ര വട്ടം ചെയ്യേണ്ടി വരും? ഡൗൺലോഡ് ചെയ്ത് അവർക്ക് അയച്ചു പ്രാവശ്യം ചെയ്താൽ കൊടുക്കും? മതി. ഇനി നിങ്ങളുടെ സൈറ്റിന് പുതിയ പേജ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യണം. പുതിയ പേര് ചെയ്യുമ്പോൾ പുതിയ പേജ് സൈറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. ഓ, അങ്ങനെ. ആദ്യം 25 പേജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു സൈറ്റ് മാപ്പ് ഡൗൺലോഡ് ചെയ്തു. അത് കഴിയുമ്പോൾ 26 പേജ്. അപ്പൊ ഒന്നും കൂടി ഡൗൺലോഡ്, ഒന്നും കൂടി അപ്ലോഡ് ചെയ്യണം. അപ്പൊ അത് ഓവർറൈറ്റ് ചെയ്ത് വെക്കോളൂ. ഫസ്റ്റ് തന്നെ ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെക്കണം അല്ലേ? സെറ്റ് ആക്കി വെക്കണം. എക്സാക്ട്ലി. ക്ലിയർ? നിങ്ങൾ പേടിക്കണ്ട. SEOന്റെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഒരു സാധനങ്ങളാണ്. ഇന്നത്തോടുകൂടി ഇത് കഴിഞ്ഞു. അത് ഇതിപ്പോ ഗൂഗിൾ സെർച്ച് കൺസോൾ ഒന്ന് കാണാൻ പറ്റുമോ? ഗുഡ്. ഇനി ഗൂഗിൾ സെർച്ച് കൺസോൾ ഞാൻ കാണിച്ചു തരാം. എടുക്കുക. ഞാൻ എന്തേലും കാണിച്ചു തരാം. ഈ സൈറ്റ് എന്ത് ചെയ്യണം? അടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ XML സൈറ്റ് മാപ്പ് നിങ്ങൾ ഓൾറെഡി സെർവറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് കൺസോൾ ഇത് കാണിക്കാം. കണ്ടോ? ഇവിടെ സൈറ്റ് മാപ്പ് കണ്ടോ? ഇവിടെ നമുക്ക് ഇവിടെ കണ്ട ഇവിടെ ഈ സൈറ്റ് മാപ്പ് .xml ടൈപ്പ് ചെയ്യണം. അതിനുശേഷം എന്നിട്ട് ഇവിടെ സബ്മിറ്റ് അടിക്കുക. കണ്ടോ? ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡിസ്കവേർഡ് പേജസ് 87. നമ്മുടെ 87ഓളം പേജസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഈ 87 പേജ് എന്ന് പറയുമ്പോ താഴത്തേക്കും അത് കണക്കെടുക്കുമോ? താഴത്തെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ താഴത്തേക്ക് ഇങ്ങനെ പേജുകൾ ഇങ്ങനെ പോവില്ലേ? ഏത് പോവില്ലെന്ന്? സാറിന്റെ ഇപ്പൊ എത്ര പേജ് ഉണ്ടെന്നാ കാണിച്ചത്? 87ഓളം പേജസ് ഉണ്ട്. അതെങ്ങനെ ഒന്നുകൂടി കാണിച്ചാട്ട് സൈറ്റ് എടുത്തിട്ട് ഏതൊക്കെയാണ് പേജസ്? അങ്ങനെ. ഓക്കെ. ഇപ്പൊ നമ്മുടെ സൈറ്റ് എടുക്കുക. internetleadstraining.com. ഇതുണ്ടോ? ഹോം, അബൌട്ട്, മോഡ്സ്, ട്രെയിനിങ്. ഇങ്ങനെ 3 ആയി. അത് അതിന്റെ ഉള്ളിലത്തെയും കണക്ക് കൂട്ടുമെന്നാ ചോദിച്ചത്. അതെല്ലാം ഇൻഡിപെൻഡന്റ് പേജസ്. ഓക്കെ. ഞാൻ താഴത്തേക്കാണ് കണക്ക്. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കണം.
അതുപോലെ തന്നെ ഇവിടെ ബ്ലോഗുകൾ ഉണ്ടാവും, അതും വേറൊരു പേജ്. സാറിന് ഇതിന് ബ്ലോഗ് ഉണ്ടോ? ഉണ്ടോ? ഇതിന് ഓക്കെ പേജസ് ഓരോ, ഇതൊരു പേജാ, വേറൊരു പേജ്. റീഡ് മോർ എടുത്തു, ഒരു പോസ്റ്റിന് വേറൊരു പേജ്. ക്ലിയർ ആയോ? ഗുഡ്. അപ്പൊ അതെത്ര പേജിന്? അപ്പൊ 85ഓളം പേജിന്. ഇപ്പൊ ഓരോ പേജും ഇൻഡെക്സ് ചെയ്താലാണ് ആ പേജിലുള്ള എലമെന്റ് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ആ പേജ് വരൂ. ക്ലിയർ? ക്ലിയർ. അതാണ് സൈറ്റ് മാപ്പ്. റോബോട്ട്സ് TXT, ഡിസ്വാവ്, ബ്ലാക്ക് ഹാറ്റ്, വൈറ്റ് ഹാറ്റ്, ക്രോളർ, അങ്ങനെ കുറെ പുതിയ ടേമുകൾ നിങ്ങൾ പഠിച്ചു. കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി, എനിക്ക് മനസ്സിലായി, ടെക്നിക്കൽ ആയതുകൊണ്ട്. റോബോട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലേ? ഏതൊക്കെ ഇൻഡെക്സ് റോബോട്ട് നമുക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഏതെങ്കിലും സപ്പോസ് ഫയലുകൾ ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ, ആ, അല്ലെങ്കിൽ അതിനെ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫയൽ, അല്ലെങ്കിൽ നോർമലി ഗൂഗിൾ എല്ലാ പേജും എന്ത് ചെയ്യും? ഇൻഡെക്സ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി വേറൊരു കുഞ്ഞൊരു സാധനമാണ്, വേറെ അടുത്ത ലെവൽ ഓഫ് അഡ്വാൻസ്. പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കി വെപ്പിക്കണമെന്നുള്ളൂ കേട്ടോ. നിങ്ങളത് കണ്ട് പേടിക്കണ്ട. നിങ്ങളത് പേടിക്കോ എന്നാണ് എൻ്റെ ഒരു സംശയം. ആ, ഇവിടെ ഒരു സ്റ്റാർ ഉണ്ടോ? കണ്ടു കണ്ടു. നോർമൽ SQL നിങ്ങൾ ഇങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ആ റിസൾട്ടിനോട് കുറച്ചൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ചെയ്യും. ആണോ? ചെയ്യും. അതിനെ പറയുന്നതാണ് റിച്ച് സ്നിപ്പറ്റ് എന്ന് പറയും. അത് നമ്മളേലൊക്കെ വരാൻ വരുമോ? വരുത്താൻ പറ്റും. അത് വരുത്തണമെങ്കിൽ schema.org എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, അത് പഠിക്കണം. എന്താ റിച്ച്? ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. റിച്ച് സ്നിപ്പറ്റ് എന്ന് പറയും. നമുക്ക് നമ്മുടെ സൈറ്റിന്റെ അകത്ത് റിച്ച് സ്നിപ്പറ്റ് കുറച്ച് ടേമുകൾ കേട്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടേമുകൾ പറയുന്നത്. ഇത് എഴുതി വെച്ചോ, വേണ്ട, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. A rich snippet is one that is enriched with additional information, image, star rating, event details. Google can display rich snippets if your site provides structured data. ഈ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമ്മുടെ സൈറ്റിന്റെ അകത്തുള്ള ചില എലമെന്റ്സിൽ നമ്മൾ ചില കോഡുകൾ ഇട്ട് കഴിയുമ്പോൾ, ആ കോഡുകൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരുത്തിയില്ലേ, അതുപോലെ ചില കോഡുകൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റിലുള്ള ഇൻഫോർമേഷൻ സ്റ്റാർ ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും. റിച്ച് സ്നിപ്പറ്റ്, അതിനെ പറയുന്നതാണ് റിച്ച് സ്നിപ്പറ്റ്. ആ കോഡുകൾ ഓൾറെഡി ഇങ്ങനെ കളർ വരികയാണോ ചെയ്യാ, നമ്മൾ ഇട്ടുകൊടുക്കുക ചെയ്യാ? ഓൾറെഡി ഇങ്ങനെ കളർ വന്നോളൂ. ഒരു അത് ആൾക്കാർ കാണും തോറും ആണോ വരുന്നത്?
അല്ലല്ല, അതങ്ങനെയാണ് ഡിഫോൾട്ട്. ഓക്കെ, എവിടെയാണ് അത് വന്ന്? സാറിന്റെ സൈറ്റിലൊക്കെ അങ്ങനെ ചെയ്തുക്കണോ? ഞാൻ ചെയ്തിട്ടില്ലത്. നല്ല ചോദ്യം. ഞാൻ ചെയ്തിട്ടില്ല. ആൾക്കാര് എത്ര സ്റ്റാറിലെ കളർ നോക്കിയിട്ടാണ് അതൊക്കെ സെലക്ട് ചെയ്യാറ്, കൊണ്ട് ചോദിച്ചതാ. നല്ല ചോദ്യമാണ്. ഞാൻ ചെയ്തിട്ടില്ലത്. ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല അത് റേറ്റിംഗ്. ഫ്രീ ആയിട്ട് തന്നെയാണോ അതോ അത് പൈസ ഫ്രീ ആണ്, കൊടുത്തിട്ട്? അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമ്മുടെ സൈറ്റിന്റെ ഡെവലപ്പേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ ചെയ്യണ്ടല്ല. നമ്മളെല്ലാം, നമുക്കത് അറിയില്ല. നിങ്ങൾക്ക് കോഡിംഗ് അറിയണം. കോഡിങ് അറിയണല്ലേ. അപ്പൊ ആ കോഡിംഗ് പഠിക്കുന്ന സൈറ്റാണ്, അതിന്റെ കോഡിംഗ് ഉള്ള സൈറ്റാണ് schema.org എന്ന് പറയും. ഈ ഡെവലപ്പേഴ്സിന് കൊടുത്താൽ മതി. ഇത് കുറെ ഉണ്ട്. നിങ്ങളിത് ചെല്ലുന്നവർ കണ്ട ഇവിടെയാണ് ആ സാധനം കാണിക്കും. ഇവിടുത്തെ ഇതാണ് ഗെറ്റ് സ്റ്റാർട്ടഡ് സ്കീമ എന്ന് പറഞ്ഞ് മൈക്രോ ഡേറ്റ എന്നൊക്കെ പറഞ്ഞ് കാണിക്കണേ. കണ്ട് ഇവിടുത്തെ ഇതുപോലത്തെ പല കണ്ടന്റുകൾ നമുക്ക് എടുത്തിടാം. ഇതിന്റെ നമുക്ക് വെബ് ഡെവലപ്പർക്ക് അറിയാൻ പറ്റും, അവർ ചെയ്തു തരും. ക്ലിയറായോ? അതാണ് സ്കീമ എന്നൊക്കെ പറയും. ആ ഡെവലപ്പേഴ്സ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോഡ് എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് കാണിക്കാം. അതിനാണ് റിച്ച് സ്നിപ്പറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് അട്രാക്റ്റീവ് ആകും. കുറച്ചുകൂടി ക്ലിക്കുകൾ വേണമെങ്കിൽ കൂടുതൽ കിട്ടാം. ചെറിയ ഐഡിയ കിട്ടിയോ? കിട്ടി. റിച്ച് സ്നിപ്പറ്റ്, സൈറ്റ് മാപ്പ്. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടേംസുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വെപ്പിച്ചു എന്നുള്ളൂ. ഓക്കെ, നിങ്ങളത് ആ ടോപ്പിക്കുകളും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ച് ചെയ്ത് പോവാം. കുറെ കാര്യങ്ങൾക്ക് പഠിച്ചു അല്ലേ? അതേപോലെ നല്ല കോർ വെബ് വിറ്റൽസ് പറഞ്ഞില്ലേ, അതില് പോയി കാണിക്കുമ്പോ LCP FID CLS അതെ, LCP കറക്റ്റ് LCP തന്നെയാണ്. ആ സ്ക്രീൻ ഒന്ന് കാണിച്ചു തരുമോ വെച്ചിട്ട്? ഇവിടെ അതില് ഈ FCPP പറയുന്നത് ലാർജസ്റ്റ് എന്ന് പറയുമ്പോ ഫസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. LCP എന്ന് പറയുന്നത് FCP എന്ന് പറയുന്നത് ലാർജാണോ? ഇപ്പൊ സാറ് ക്ലിക്ക് ചെയ്ത് തന്നെയാണ്. ഇതിലിപ്പോ ഏതാ LCP? LCP ലാർജസ്റ്റ് കണ്ടന്റ്ഫുൾ പെയിന്റ്. ഓക്കെ, അപ്പൊ FID ഇതിൽ ഏതാണ്? FID ഇത് ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ്. അങ്ങനെ ഡയറക്റ്റ് എഴുതിയിട്ടില്ല എന്നല്ലേ? ഡയറക്റ്റ് ഞാൻ പോയി നോക്കുമ്പോ രണ്ടെണ്ണം പിടികിട്ടി, ഒന്നും മനസ്സിലാവണില്ല ഇതാണ് ക്യുമുലേറ്റീവ്. ഇതാണ്. അതല്ലല്ലോ, അത് CLS തന്നെ അല്ലേ? ക്യുമുലേറ്റീവ് ലേഔട്ട്. അതാണ് CLS ഉണ്ടല്ലോ. അത് CLS. ഈ മേലത്തെ ചോപ്പ് കാണിക്കണത് ലാർജ് കണ്ടന്റ്ഫുൾ പെയിന്റ്. അപ്പൊ ഒന്നുണ്ട് FID അയച്ചാല് ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ. അത് ഇതിൽ ഏതാന്നാ ചോദിച്ചത്? ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ ഫസ്റ്റ് കണ്ടന്റ് ഇതായിരിക്കട്ടോ വേണമെങ്കിൽ. അങ്ങനെ ചോദിച്ചു. അതാവുമ്പോ 100 മില്ലി സെക്കൻഡ് എന്നല്ലേ പറയണത്? ബ്ലോക്കിംഗ് ടൈം അത് മാത്രമായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. അത് കറക്റ്റ്. അപ്പൊ അത് ഏതാണെന്ന് അറിയാൻ വേണ്ടി അത് കറക്റ്റ്, അതിൽ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ എത്ര പറഞ്ഞ? 100 സെക്കൻഡോ? 100 മില്ലി സെക്കൻഡ്. അപ്പൊ ഇതായിരിക്കും. മനസ്സിലായോ? കണ്ടത് 150 മില്ലി 100 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാല്. പക്ഷെ ഇതല്ല കേട്ടോ. ഇതല്ല, ഇത് ബ്ലോക്കിംഗ് ടൈം ആണ്. അതല്ല.
അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, ഡെസ്ക്ടോപ്പിലാണോ കണ്ട്, ഇതിലൊക്കെ ഇപ്പൊ ഗ്രീൻ ആണ് ഇതെല്ലാം. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ സൈറ്റിന് സ്പീഡ് കുറവാണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അത് മാറുകയും ചെയ്യും. ഇപ്പൊ അത് ഇതിൽ FCP ക്യുമുലേറ്റീവ് ലേഔട്ട് മറ്റേല് FCP റെഡ് ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഗ്രീൻ ആയി. അതായത് മൊബൈലിലെ വേറെയാണ്, ഡെസ്ക്ടോപ്പിലെ വേറെയാണ്. മൊബൈലിലെ വേറെയാണ്, ഡെസ്ക്ടോപ്പിലെ വേറെയാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും ഒന്ന് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SEOന്റെ ചാർജിങ്, നിങ്ങളൊരു തുടക്കമായി കഴിഞ്ഞുമ്പോൾ ഇതിന്റെ ആക്ച്വൽ ചാർജിങ് എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. നിങ്ങൾ അവിടെ ഫുൾ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്നാലും ഞാൻ ഇപ്പൊ ജസ്റ്റ് പറയണതാണ്, നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വഴി അവർക്ക് എന്ത് ഫൈനാൻഷ്യൽ ലാഭങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതിൽ നിന്നാണ് നിങ്ങൾക്ക് റേറ്റ് പറയാൻ പറ്റുക. പക്ഷെ ഫസ്റ്റ് തന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ റാങ്കിലേക്ക് എത്തുള്ളൂ. വരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതുവരെ അവരെന്താ ചെയ്യാ? അപ്പൊ ചെറിയ എമൗണ്ട് ചാർജ് ചെയ്യാം. ഓക്കെ, ചെറിയ എമൗണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ബെനിഫിറ്റുകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ റേറ്റ് കൂട്ടുക. അപ്പൊ അവർ തരും. അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും വേണം. ഇത്ര നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ട്, ഇത്ര നിങ്ങൾ പൈസ മുടക്കി ഇങ്ങനെയൊക്കെ ക്ലിക്കുകൾ വരുന്നുണ്ട്, ഇതിൽ നിന്ന് ഇങ്ങനെ എനിക്ക് വരാം കാര്യങ്ങൾ വരാം, ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്ര തന്നെ അവർ പൈസ കൂടി തരും. അപ്പൊ അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കിട്ടും. ഏകദേശം ഫസ്റ്റ് ഒക്കെ എത്ര വാങ്ങണ്ടുണ്ടാവുക? അത് ഡിപ്പെൻസ് അപ്പോൺ പ്രൊജക്റ്റിനാണ്. ഇപ്പൊ ഒരു ചെറിയ പ്രൊജക്ട്, ചെറിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത കീവേഡ് ഒക്കെ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലയന്റ് ആയാലും ഏറ്റവും മിനിമം ഒരു 5000 രൂപ വാങ്ങാം ഒരു മാസം. റാങ്കിങ് ഒന്നും വരാതെ ഫസ്റ്റ് തന്നെ അല്ലേ? ഫസ്റ്റ് തന്നെ വാങ്ങാം. വാങ്ങി നിങ്ങൾ ഇപ്പൊ SEOന്റെ പണിന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് ഫുൾ ടൈം അതൊന്നും ഇല്ലല്ലോ. നമ്മള് ആദ്യത്തെ ഒരു 2 ദിവസമായിരിക്കും പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്സർവേഷൻ ആണ് മെയിൻ ആയിട്ടും. ഒബ്സർവേഷൻ ചെയ്ത് കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്ത് പോവാം. അങ്ങനെ നിങ്ങൾ ക്ലയന്റുകൾ ഒരു വർക്ക് ക്ലയന്റ് ചെയ്ത് നിങ്ങൾ അതിന്റെ സിസ്റ്റങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തടുത്ത ക്ലയന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മന്ത്ലി ഇൻകം വന്നുകൊണ്ടിരിക്കും. ക്ലയന്റുകളെ ആഡ് ചെയ്യാന്ന് വെച്ചാല് പുതിയ പ്രൊജക്ടുകൾ. ഒരു ക്ലയന്റ് ഒരു വർക്ക് കിട്ടി, അടുത്ത ക്ലയന്റ് വേറെ വർക്ക്. നിങ്ങൾക്ക് നമ്മള് വേറെ ജോലി ഇതിന്റെ കൂടെ ഇപ്പൊ തന്നെ വേറെ ആളെ കൂടി നമുക്ക് കയറ്റിയാണോ പറഞ്ഞത്? അത് അയാളുടെ ഇതിൽ തന്നെ മനസ്സിലായില്ല. അങ്ങനെയല്ല, അതായത് ഇപ്പൊ സാറിന്റെ ഇതാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നു, അത് ഞാൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോ എന്റെ വേറൊരു വെബ്സൈറ്റ് ഐബോർഡ് സൊല്യൂഷൻസ്, അത് നിങ്ങൾക്ക് തന്നു. അപ്പൊ അടുത്ത ക്ലയന്റ് ആയി. ഓക്കെ, 2 ക്ലയന്റ് ആയി, 2 പ്രൊജക്റ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വേറൊരാളടുത്ത് ചെന്ന് വേറൊരു വെബ്സൈറ്റ് 3 പ്രൊജക്റ്റ് ആയി. ഇതോടൊപ്പം എനിക്ക് വേണമെങ്കിൽ ശ്രുതിയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യാം, അങ്ങനെ പറ്റുമോ? അതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അവരിന്ന് വേറെ പൈസ വാങ്ങാതെ. അതാണ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വർക്കായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കീഴിൽ ഒരു SEOക്കാരനെ വെക്കാം. അപ്പൊ എന്നിട്ട് വേറെ വർക്ക് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം? അങ്ങനെയാണ് ഏജൻസി വരുന്നത്. ക്ലിയർ ആയി? ഇന്റേൺഷിപ്പിന്റെ ജോബിന്റെ എന്തെങ്കിലും സാറിന് വരുന്നുണ്ടോ? ഇന്റേൺഷിപ്പിന്റെ അല്ല, നിങ്ങൾക്ക് ഒരു വർക്കിലേക്ക് നിങ്ങൾക്ക് കയറാം. ശരിക്കും ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ടാവും. അതില്ല, നിങ്ങൾ മൊത്തത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്താ എങ്ങനെയാ ഇതിപ്പോ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി ചെയ്യണുള്ളൂ. അപ്പൊ ചെയ്യുമ്പോ ഞങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുമല്ലോ. ഡെഫിനറ്റ്ലി ഒരു ക്ലയന്റ് അല്ല, അടുത്ത ഓരോ പ്രൊജക്ടുകൾ ചെയ്യുമ്പോൾ ഓരോ നോളജ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യണം തോന്നും, കുറച്ച് ചെയ്ത് വീണ്ടും ചെയ്യാൻ അടുത്ത വേറെ വർക്കാർ, അതും വേറെ കോംപ്ലിക്കേഷൻ ആവും. ഓരോ വർക്കും ഓരോ ഡിഫറൻറ്റ് സിനാരിയോ ആണ്. ഇപ്പൊ എനിക്കൊരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ സിസ്റ്റം തന്നെ വേറെയാണ്. ഇപ്പൊ ഞാൻ അതിന് ഓരോ കാര്യങ്ങൾ എടുത്ത് പഠിച്ച് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തോണ്ട്. കാരണം അങ്ങനെയാണ്, ഓരോ വർക്കും ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് അതിന് ഡെവലപ്പേഴ്സിന്റെ സഹായം വേണം, പലവരുടെ സഹായങ്ങൾ വേണം.
ഓക്കെ, അപ്പൊ നിങ്ങളൊരു തുടക്കം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്, കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ വന്ന് അങ്ങനെയാണ് നമ്മൾ തുടങ്ങണത്. അല്ലാണ്ട് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ എക്സ്പെർട്ടിലേക്ക് വരില്ലല്ലോ. ഇപ്പോഴായാലും നിങ്ങൾ ഓരോ വർക്കുകൾ എടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് വേറൊരു വർക്ക് തരാൻ പറ്റുമോ. വേറെ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ലൈക് കൺപെയ്ഡ് ആയാലും കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യാൻ. എന്തായാലും കുഴപ്പമില്ല. വർക്ക് ഒന്ന് ചെയ്യാൻ പൂതിയായിട്ടാണ്. ഇതൊക്കെ എങ്ങനെയെന്ന് എത്തുക എന്താന്നൊക്കെ അതാ. സത്യം പ്രാക്ടിക്കൽ ക്ലാസ്സിടെ കിട്ടിയ ഇതിപ്പോ സാർ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണമെന്ന് തന്നെ അതാണ് ഉള്ളു. നിങ്ങളെ ബ്ലോഗിലൊക്കെ ചെയ്യണം കുറെ കാര്യങ്ങള്. ബ്ലോഗിൽ ഇങ്ങനെ അപ്ലോഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും കണ്ടെത്തുന്നില്ല. നിങ്ങൾക്ക് അതിൽ ബ്ലോഗിൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ബ്ലോഗിൽ ചെയ്യാം. ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യാം. അതൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്യാം. റോബോട്ട്സ് TXT ഫയൽ ഉണ്ടാക്കും. ഇന്ന് ഞാൻ വേറൊന്നും പഠിപ്പിച്ചൊന്നുമില്ല. റോബോട്ട്സ് TXT ഫയൽ ഉണ്ടാക്കണു, XML സൈറ്റ് മാപ്പ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ അതിൽ ചെയ്യാം. വേറൊരാളത് കിട്ടി ചെയ്യാന്ന് പറയുമ്പോ ഞങ്ങൾ അത്രയും ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നതും പ്രൊജക്ട് എന്ന് പറയുന്നതും എല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. വേറൊരാളുടെ നല്ല നിങ്ങൾക്ക് വർക്ക്. അതാണ് നിങ്ങളുടേതായ ഇൻഡിപെൻഡന്റ് ഡൊമൈൻ ഉണ്ട്, ഇൻഡിപെൻഡന്റ് സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടന്റ് ആഡ് ചെയ്യാം, കീവേഡ് ആഡ് ചെയ്യാം. ഇന്റേൺഷിപ്പിന് കേറി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവോ, ചോദിക്കാനും പറയാനൊക്കെ? അത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നതാണോ? അത് ഓരോ കമ്പനീനെ അനുസരിച്ചിരിക്കും. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഓരോ കമ്പനി ഉണ്ടാവും. അവര് നിങ്ങളെ തുടക്കം നിങ്ങൾ വിചാരിക്കണ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വർക്ക് ഇട്ട് കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ വരുന്ന അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അഥവാ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ 4 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ തന്നെ നിങ്ങൾ അപ്പോഴേക്കും ഇൻഡിപെൻഡന്റ് ആവും. അഥവാ വന്നു കഴിഞ്ഞാ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ധൈര്യമായിട്ട്. മതിയോ? ഓക്കെ, ഇപ്പൊ സെറ്റായി. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ്, എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടായിരുന്നു നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെ ഒരു ഏജൻസി തുടങ്ങിയിട്ട് നമ്മുടെ തന്നെ സ്റ്റുഡന്റ് അവിടെ പോയി. ഓക്കെ, അപ്പൊ ഞാൻ തന്നെയാണ് ജോബ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ. അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു ഡൗട്ടിനും വിളിക്കണം, കാരണം ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങളത് ഇൻഡിപെൻഡന്റ് ആവില്ല, സ്പൂൺ ഫീഡിങ് ആണ്. ഞാൻ പറഞ്ഞു എന്നോട് വിളിക്കണ്ട, നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, എങ്ങനെയുണ്ടാ കൊച്ച്? എന്നിട്ട് പറഞ്ഞറിയാമോ, സൂപ്പറാന്ന് പറഞ്ഞു, എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. നിങ്ങളുടെ പേടിയാണ്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണ് പ്രശ്നം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് 2 വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാണ്ടിരുന്നാൽ മതി. ചിലവർ അങ്ങനെ ചെയ്യും. അതേപോലെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുമല്ലോ ഇയർ ആവുമ്പോഴോ മന്തിലേക്ക്. അപ്പൊ അതെങ്ങനെ അറിയാം? അതൊക്കെ നിങ്ങൾ പഠിക്കണം. അത് എന്നിട്ട് പറയാ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോഗുകൾ വായിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അപ്ഡേറ്റ്. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. ഈ സൈറ്റ് ടൂളുകൾ കാര്യങ്ങളൊക്കെ എടുത്തേക്കുമ്പോൾ അവിടെ ന്യൂ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പുതിയ കാര്യങ്ങൾ വന്നു, അതൊക്കെ എടുത്ത് വായിക്കണം, എഫേർട്ട് ഇടണം. ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ എന്തെങ്കിലും പേജോ ബ്ലോഗോ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ശരിക്കും ഗൂഗിളിന്റെ അപ്ഡേഷന് വേണ്ടി ഒരു പേജ് ഉണ്ട്, ഗൂഗിൾ ബ്ലോഗ് ഉണ്ട്. നിങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ക്ലാസ് പോലെയാണ് ചോദിക്കണില്ല. അതിലൊരു സമാധാനത്തിന് തന്നെ ചോദിച്ചു. blog.google.com. ഇതിലെല്ലാം പുതിയ ഇൻഫോർമേഷൻ. അതെവിടെ പറഞ്ഞത്? എന്നിട്ട് അവിടെ പറഞ്ഞേ ഇമ്മമ്മടത്തേക്ക് പോയിക്കോ പറഞ്ഞതാ. കുട്ടി എവിടേക്ക് പോയിക്കോളാൻ? ഞാന് റൂമിലാണ്, കുട്ടി ഉണ്ട് എന്റെ കൂടെ. അപ്പൊ ഗ്രാൻഡ്മാടത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതാണ്. ഓക്കെ ശരി, ക്ലിയർ ആയി. ഇതൊരു blog.google ആണ്. ഗൂഗിളിന്റെ തന്നെ ബ്ലോഗ്, കുറെ പുതിയ അപ്ഡേറ്റ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അപ്ഡേറ്റുകൾ വിട്. ഉള്ളത് ആദ്യം അവരിറക്കിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അപ്ഡേറ്റ്സ് മനസ്സിലാവും. നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ വന്നു, കുറച്ചൊരു കോൺസെപ്റ്റുകൾ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷൻസ് എങ്ങനെ ചെയ്യാൻ പഠിക്കുക എന്നൊക്കെ കുറച്ച് വന്നു. അതാണ് വന്നത്. നല്ലതാണ്, വളരെ പോസിറ്റീവാണ്. ക്ലിയർ ആയോ? ഞാൻ നാളെ ഒരു കോഴ്സിന് ചെയ്തു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എങ്ങനെയും പോകണമെന്നായിരുന്നു. അതെന്തെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കൊതി വരാം.
അത് നിങ്ങൾ പഠിച്ചു കുറച്ച് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഒരു പോസിറ്റീവാണ് അത്. മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലായി, ഇതൊന്ന് ചെയ്യണം, ടോപ്പിൽ വരണം, റിസൾട്ട് കൊണ്ടുവരണം, പ്രൊജക്ട് ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. ആണോ? അതെ, അങ്ങനെ തന്നെ. അങ്ങനെയാണ് അത് വന്നത്, പോസിറ്റീവാണ്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടാണ്, അടുത്ത ലെവലാണത്. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ലെവൽ വലിയ പ്രൊജക്ട് ചെയ്യണമെന്ന് തോന്നും. വലിയ പ്രൊജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏജൻസി തുടങ്ങണമെന്ന് തോന്നും, ബിസിനസ് തുടങ്ങണം. അതാണ് ഓരോ ഘട്ടം ഘട്ടം ഘട്ടം. നേരെ തന്നെ നിങ്ങൾ നേരെ ടോപ്പിലേക്ക് എത്തില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ വേറൊരാളെ ഞങ്ങളുടെ കൂടെ ഏജൻസി വെച്ചപ്പോ ഞങ്ങൾക്ക് എന്താ വർക്ക് ഉണ്ടാവുക? ഓക്കെ, ഗുഡ് നൈറ്റ്. വേറെ എന്താ ചോദ്യം? വേറൊരു ഏജന്റിനെ ഞങ്ങൾ വെച്ചു ആ SEO ചെയ്യാനൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് എന്താ വർക്ക് ഉണ്ടാവുക? ഞങ്ങള് വർക്കാണോ ചെയ്യാ? ഇതൊക്കെ റെക്കോർഡ് ആവില്ല ദൈവമേ, ഇടാനും പറ്റില്ലല്ലോ. ശരി, ഞാനത് സ്റ്റോപ്പ് ചെയ്യട്ടെ. അതിനകത്ത് കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുകയെ.